തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പ്രഖ്യാപനവും ജനതാദൾ ISJDയിൽ ലയിക്കുന്ന ലയന സമ്മേളനവും ജനുവരി 17 എറണാകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിക്കും. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിയുടെ പ്രഖ്യാപനവും ജനതാദൾ ISJDയിൽ ലയിക്കുന്ന ലയന സമ്മേളനവും ജനുവരി 17 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടും. 2022 ഒക്ടോബർ 25 ബാംഗ്ലൂരിൽ ചേർന്ന ജനതാദൾ ന്റെ ദേശീയ പ്ലീനറി സമ്മേളനം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രഖ്യാപിച്ചിരുന്ന BJPയുടെ വിരുദ്ധ കോൺഗ്രസ് ഇതര രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ടാണ് ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ചേരാൻ ജനതാദളിന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത്. ജനുവരി 17 ടൗൺ ഹാളിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് V. മുരുകദാസിന്റെ അധ്യക്ഷതയിൽ സമ്മേളനം ആരംഭിക്കും. മന്ത്രി K. കൃഷ്ണൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ISJD സംസ്ഥാന പ്രസിഡന്റ് K. സുരേഷ് ആമുഖ പ്രസംഗം നടത്തും. ISJDയുടെ കൊടി JDS സംസ്ഥാന പ്രസിഡന്റ് മാത്യു T. തോമസിന് കൈമാറി ലയന പ്രക്രിയ പൂർത്തിയാകും. തുടർന്ന് സമ്മേളനത്തിൽ മാത്യു T. തോമസ് MLA അധ്യക്ഷം വഹിക്കും. അഡ്വക്കേറ്റ് ജോസ് തെറ്റിയിൽ PP ദിവാകരൻ, KS പ്രദീപ് കുമാർ, കൊല്ലക്കോട് രവീന്ദ്രൻ നായർ, മുഹമ്മദ് ഷാ തുടങ്ങിയ സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരും സമ്മേളനത്തിൽ അഭിവാദ്യ പ്രസംഗം നടത്തും. ജനറൽ കൺവീനർ സാബു ജോർജ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ജബാർ തച്ചയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയപരമായ ചർച്ചകൾക്ക് ജനതാദളിന്റെ ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായി നിൽക്കുമ്പോൾ സംസ്ഥാനത്തുള്ള ഘടകം LDFന്റെ ഭാഗമായി നിൽക്കുന്നതിനെ പലതരത്തിൽ സാങ്കേതികമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള സംസാരങ്ങൾ ചർച്ചകൾ ഉയർന്നപ്പോൾ അത് ഒഴിവാക്കാൻ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാൻ 2024 ജൂണിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും പിന്നീട് സംസ്ഥാന കൗൺസിലും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എന്നാൽ ഈ പാർട്ടിയുടെ നിലവിൽ മെമ്പർഷിപ്പിൽ ഇല്ലാത്ത പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളല്ലാത്ത ആളുകളെ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ 2024 ഓഗസ്റ്റ് മാസം 27 കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് 3000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി LDFൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലയന സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ 501 സ്വാഗത സംഘ കമ്മിറ്റി സജീവമായി പരിശ്രമിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് V. മുരുകദാസ്, ജനറൽ കൺവീനർ സാബു ജോർജ്, നേതാക്കളായ ബെന്നി മൂഞ്ഞേലി, ജബാർ തച്ചയിൽ, സോജൻ ജോർജ്, കുമ്പളം രവി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനം ആദ്യം ആരംഭിക്കുന്നത് ചെയർമാൻ സംഘാടക സമിതി V. മുരുകദാസിന്റെ അധ്യക്ഷതയിലാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ പ്രസിഡന്റ് ഒരു K. സുരേഷ് അതിന്റെ ഒരു ആമുഖ പ്രസംഗം നടത്തി ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യും. പതാക ഞങ്ങൾ ഏറ്റുവാങ്ങും. പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് മാത്യു T. തോമസിന്റെ അധ്യക്ഷതയിൽ തന്നെ യോഗം തുടങ്ങും. ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ. ഞങ്ങൾ ജനതാദൾ നമ്മളാണല്ലോ ഭൂരിപക്ഷം ആളുകളുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.